പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട അമ്മിനിക്കാട് പാറൽ വട്ടപ്പറമ്പ് പാറക്കണ്ണി റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എംഎൽഎ നജീബ് കാന്തപുരം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അമ്മിനിക്കാട് ഒടമല പാറൽ റോഡ് BM&BC ചെയ്താണ് നവീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വളാങ്കുളം ജംഗ്ഷനിൽ തുടങ്ങി പാലക്കാട് പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ അവസാനിക്കുന്നതാണ് റോഡ്. 3 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. വട്ടപ്പറമ്പ് പാറക്കണ്ണി റോഡും 3 കോടി രൂപ ചെലവഴിച്ചാണ് BM&BC ചെയ്ത് നവീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വട്ടപ്പറമ്പിൽ നിന്നും ആരംഭിച്ച് തെക്കേപ്പുറം ജംഗ്ഷനിൽ അവസാനിക്കുന്ന പാതയ്ക്ക് 6 കിലോമീറ്റർ നീളമുണ്ട്. 2 റോഡുകളുടെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കൂടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. 23-ാം തീയതി വൈകുന്നേരം ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മഹാറാലി പുത്തരിക്കണ്ണ മൈതാനിയിൽ സമാപിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ ആര്യമ്പറമ്പിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച 60-ലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലുടനീളം സമർപ്പിക്കപ്പെടുകയാണ്. 12 സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കി ആധുനികവും ഉൾക്കൊള്ളുന്നതുമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിനൊരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് ശ്രീ പിണറായി വിജയൻ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയേ ഉള്ളൂ, അത് എല്ലാവരുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പെരിന്തൽമണ്ണക്ക് ഒരു MLA ഉള്ളൂ, അത് ഞാനുമാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരാവട്ടെ, വാർഡ് മെമ്പർമാരാകട്ടെ, ഏത് ജനപ്രതിനിധിയാണെങ്കിലും ആ ജനങ്ങളുടെ മൊത്തം പ്രതിനിധി തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു വിവേചനത്തിൻ്റെയും ആവശ്യമോ ആഗ്രഹമോ ഒന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല, അതുണ്ടാകാറുമില്ല. അത് പെരിന്തൽമണ്ണയിലെ ഒരു ജനപ്രതിനിധിക്കും അത് ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് പറയാൻ കഴിയും. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ, ഞാനിവിടെ MLA ആയി വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു പഞ്ചായത്തായിരുന്നു ആലിപ്പറമ്പ് പഞ്ചായത്ത്. ഗ്രാമീണ റോഡുകൾ പോലും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP അബ്ദുൾ സത്താർ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CH അബ്ദുൾ ഗഫൂർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അയമു, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.